You've been talking about patience, hoping for everlasting. You're known for talking crazy. വെൽക്കം ബാക്ക് ടു NKL EDITS. സോ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻട്രോ ആണ്. നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഇൻട്രോക്ക് വേണ്ടി കുറേ ആൾ വാട്സപ്പിൽ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു എഫക്റ്റ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. Alightmotionൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേഷ്യോയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ പോവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പാണ് എടുക്കുന്നത്. ദെൻ നമ്മൾ ഈ ഒരു ക്ലിപ്പ് അറേഞ്ച് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് സൂം വേണമെന്നുണ്ടെങ്കിൽ സൂം ചെയ്തിട്ട് ഒക്കെ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഡെമോക്ക് വേണ്ടി ആയതുകൊണ്ട് 2 സെക്കൻഡ് മാത്രമേ എടുക്കുന്നില്ല. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ആ ഒരു ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ ഒന്ന് ഇതേപോലെ ജസ്റ്റ് സൂം ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കുറച്ച് ആ ഒരു സ്ക്രീനിൽ, അതായത് നമ്മുടെ ആദ്യത്തെ ക്ലിപ്പിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുതാവുന്ന രീതിക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ 2 ക്ലിപ്പിലും ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഷാഡോയുടെ വാല്യൂ ഞാൻ ഇപ്പോൾ ഒരു 40 ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലത്ര കൊടുക്കുക, അധികം ബോറാവാത്ത രീതിയിൽ. ദെൻ നമ്മൾ 2ലും ചെയ്യുക. 2ലും നമ്മൾ ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടും. ഓക്കെ, 40 ആണ് ഞാൻ കൊടുക്കുന്നത്. ദെൻ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടില്ല, താഴെയുള്ള ലെയറിലേക്ക് ആഡ് എഫക്ട്സിൽ വന്ന് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ബ്രൈറ്റ്നസ് ഫുള്ളാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടും. ദെൻ നമ്മളത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതേപോലെ സൂമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ ഈ താഴെയുള്ള ലെയർ ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ദെൻ ആ ഒരു ലെയർ നമ്മൾ ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക, സ്ക്രീനിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ അതിലുള്ള ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് കളയുക. ഓക്കെ, ആ ഒരു എഫക്റ്റ് ഡിലീറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക, ഡ്രോയിങ് എഡ്ജസിൽ വരിക, ഹാഫ് ടോൺ ഡോട്ട്സ് ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഇതേപോലെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഉണ്ടാവുക. ഇതിൽ ഇനി നമുക്ക് കുറച്ച് ചേഞ്ചസ് എത്തിയാൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് എമൗണ്ട് ഇപ്പോൾ ഇവിടെ 100 ആണുള്ളത്. നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ വേണ്ടത് ആ ഒരു രീതിക്ക് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 35 to 40 ആ ഒരു റേഞ്ചിലാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ക്ലിപ്പിനനുസരിച്ച് ബോറാവാത്ത രീതിയിൽ സെറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ട്രെങ്ത്ത് വന്ന് 0.5 ഉണ്ടാവുക. അത് വന്ന് നിങ്ങൾക്ക് എത്രയാണോ സ്ട്രെങ്ത്ത് വേണ്ടത് ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ 0.450 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ മെയിനായിട്ട് കാണുന്നത് ബ്ലാക്കും റെഡും ആണ്. അപ്പോൾ നമുക്ക് കളർ 1 വന്ന് ബ്ലാക്ക് കൊടുക്കുക. ദെൻ കളർ 2 വന്ന് റെഡ് കൊടുക്കുക. ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നത്. നിങ്ങൾക്ക് വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കൊടുക്കാം. ഏതൊരു കളർ വേണമെങ്കിലും ഇവിടുന്ന് കൊടുക്കാം. ദെൻ നമുക്ക് ബ്ലാക്കിൻ്റെ അടുത്ത് വേറെ കളർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിക്കും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് ആ ഒരു മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്താൽ ഇത്ര മാത്രമേ ഉള്ളൂ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പിന്നെ അഡീഷണൽ ആയിട്ട് ഇതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുക. അതായത് ഈ ഒരു ക്ലിപ്പിന് സ്വിങ് കൊടുക്കുക. അതായത് ഡയലോഗ്സിലെ ഫസ്റ്റ് നമ്മൾ ഡയലോഗ്സ് ആയിരിക്കുമല്ലോ വീഡിയോസ് ചെയ്യുമ്പോൾ വെക്കുക. അപ്പം അങ്ങനെ ഡയലോഗ്സ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ ക്ലിപ്പിന് ചെറിയ സ്വിങ് ഒക്കെ കൊടുത്ത് നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ആൾ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.